സ്നേഹം നിറഞ്ഞ പ്രിയ വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സമസ്ത പാദവാർഷിക പരീക്ഷ 5ാം ക്ലാസ് തജ്വീദ് പരീക്ഷയ്ക്ക് പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏത് രൂപത്തിലായിരിക്കും ചോദ്യങ്ങൾ വരിക, എത്ര പാഠങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിക്കണം എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ല വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം നമുക്ക് ചോദ്യപേപ്പർ ഒന്ന് വായിച്ച് വിശദീകരിക്കാം. ഒന്നാമത്തത് ശരിക്ക് ശരി നൽകാം എന്നതാണ്. അതിലൊന്ന്, വിശുദ്ധ ഖുർആൻ അവതരണ തുടക്കം മദീനയിൽ വെച്ച്, സൗർ ഗുഹയിൽ വെച്ച്, ഇറാ ഗുഹയിൽ വെച്ച്. എവിടെ വെച്ചാണ്? ഇറാ ഗുഹയിൽ വെച്ചാണ് പരിശുദ്ധ ഖുർആനിൻ്റെ തുടക്കം. ഇഖ്റ ബിസ്മിയല്ലേ ആദ്യം ഇറങ്ങിയത്, അത് ഇറാ ഗുഹയിൽ വെച്ചല്ലേ, മാറിപ്പോകരുത്. സൗർ ഗുഹ ഏതാണ്? നബിയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഒരുമിച്ച് ഹിജ്റ പോയ സമയത്ത് ഒളിഞ്ഞിരുന്ന ഗുഹയാണ് സൗർ ഗുഹ, മാറിപ്പോകരുത്. ഇത് ഇറാ ഗുഹ. രണ്ടാമത്തത്, ഖുർആനിനെ അവതരിച്ചത് 27 വർഷം കൊണ്ട്, 23 വർഷം കൊണ്ട്, 25 വർഷം കൊണ്ട്. എത്രയാണ്? 23 വർഷം കൊണ്ടാണ്. കാരണം 40 വയസ്സായപ്പോൾ നബിക്ക് നുബുവത്ത് കിട്ടി. നബി 63 മരിച്ചു. അപ്പോൾ 40 മുതൽ 63 വരെ എത്രയുള്ളൂ? 63 40 കുറച്ച് കഴിഞ്ഞാൽ 23. അങ്ങനെയാണ് അതിൻ്റെ കണക്ക് അവിടെ പഠിച്ചു വെക്കൽ. അത് മനസ്സിലാക്കി. നബി മരിച്ചത് 63 എല്ലാവർക്കും അറിയാലോ. നുബുവത്ത് കിട്ടിയത് 40 അറിയാലോ. അപ്പോൾ 63 40 കുറക്കുക 23. മൂന്നാമത്തത്, ഖുർആനിലെ സൂറത്തുകളുടെ എണ്ണം എത്രയാണ്? 113, 110, 114. മറക്കരുത്, 114 ആണ്. 114, ചിലപ്പോൾ 113 കൊടുക്കും, 115 കൊടുക്കും. അപ്പോൾ നിങ്ങൾ മാറിപ്പോകും, മറക്കരുത്, 114 ആണ്. ഇനി നാലാമത്തത്, ഖുർആനിലെ മക്കിയായ സൂറത്തുകൾ എത്രയാണ്? മക്കിയായ സൂറത്ത് 84. അപ്പം മക്കി കിട്ടിയാൽ 114 നിന്ന് 84 കുറച്ചാൽ ബാക്കി എത്ര ഉണ്ട്? അതൊക്കെ മദനിയയിൽ വരും, മദീനയിൽ ഇറങ്ങിയതായിരിക്കും. അഞ്ചാമത്തത്, ഖുർആൻ പാരായണ നിയമമാണ് ഏത്? ഇൽമുൻ നഹ്വ് അഥവാ ഇൽമുൻ നഹ്വ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫാല എന്നുള്ള ഗ്രാമറും മറ്റൊക്കെ വരുന്ന അറിവ്. പിന്നെ ഇൽമു തഹ്കീഖ് എന്ന് പറഞ്ഞാൽ ഹക്കീക്കത്തിൻ്റെ അറിവ്. അതല്ല, ഖുർആൻ പാരായണ നിയമം ഏതാണ്? ഇൽമു തജ്വീദാണ്, തജ്വീദ്. രണ്ടാമത്തെ ചോദ്യം യോജിപ്പിക്കാം എന്ന ചോദ്യമാണ്. വളരെ എളുപ്പമുള്ള 5 ചോദ്യങ്ങൾ. അതിലൊന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത്. ഒരുപാട് മുഅ്ജിസത്ത് നബിക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഖുർആനോളം വലിപ്പമുള്ള ഒരു മുഅ്ജിസത്തും അള്ളാഹ്ക്ക് നബി കൊടുത്തിട്ടില്ല. ഖുർആൻ അത്രയും അത്ഭുതമാണ്. മഹാത്ഭുതങ്ങളുടെ കലവറയാണ് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഖുർആനാണ് ഏറ്റവും വലിയ മുഅ്ജിസത്ത്. കാരണം ഇന്നും 1400 1500 വർഷമായിട്ടും ഇന്നും ആ ഖുർആൻ നമ്മുടെ ഹൃദയങ്ങളിൽ, ജനമനസ്സുകളിൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. അതുതന്നെ ഏറ്റവും വലിയ അത്ഭുതമല്ലേ. രണ്ടാമത്തത്, ഖുർആൻ നിയമം പാലിച്ചു ഓതൽ ഫർള് ഐനാണ്. ഓരോരുത്തർക്കും ഫർളാണ്. എനിക്ക് ഖുർആനിൻ്റെ നിയമം അറിയാമെന്നതുകൊണ്ട് നിങ്ങൾ തെറ്റോതിയിട്ട് കുറ്റം കിട്ടാതിരിക്കുമോ? ഇല്ല. ഞാൻ ഖുർആൻ്റെ നിയമം പഠിച്ചു, അത് എനിക്ക് വേണ്ടി. ഇനി നിങ്ങൾക്ക് വേണ്ടി നിർബന്ധമായും പഠിച്ചിരിക്കണം. അപ്പോൾ ഓരോരുത്തർക്ക് വേണ്ടി പഠിക്കണം. അതാണ് ഫർള് ഐന്. അർത്ഥം ചിന്തിച്ച് സാവധാനം പാരായണം ചെയ്യൽ ഏതാണ്? തെർത്തീലാണ്. അപ്പോൾ തെർത്തീൽ, തദ്വീർ, അതുപോലെ അതുള്ള ആ 3 നിയമങ്ങളും കൃത്യമായി നമ്മുടെ മനപ്പാഠം ഉണ്ടാവണം. നാലാമത്തത്, മിതമായ വേഗത്തിൽ പാരായണം ചെയ്യലാണ് തദ്വീർ. മിതമായ രൂപത്തിൽ, അപ്പോൾ ആ ഒരു നിലക്ക് മിതമായ വിധത്തിൽ. ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടി ഓതുന്നത് ഏതാണ്? തഹ്ഖീഖാണ്. തഹ്ഖീഖ് അനുസരിച്ചാണ് ഖുർആൻ പഠിപ്പിക്കാനും അതുപോലെ തന്നെ പഠിക്കാനും ഏറ്റവും നല്ലത്. അപ്പോൾ ഈ രൂപത്തിലാണ് അതിനെ തിരഞ്ഞെടുക്കേണ്ടത്. അതുകൊണ്ട് പാഠഭാഗം നന്നായി വായിച്ചവർക്ക് ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ വേഗം തിരഞ്ഞെടുക്കാൻ പറ്റും. ഇനി മൂന്നാമത്തത്, 3 വിധം എഴുതാം എന്ന ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അതിൽ എഴുതേണ്ടത് ഖുർആൻ ഓതുന്നവൻ്റെ മര്യാദകളാണ്. ഖുർആൻ ഓതുന്നവൻ്റെ മര്യാദ നമുക്കൊക്കെ അറിയാം. അപ്പോൾ ഇതിൽ കൊടുത്തത് വായിക്കണമെന്നില്ല, എന്നാൽ തന്നെ നമുക്കറിയാം. വുളു എടുക്കണം, അതുപോലെ തന്നെ വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം, വൃത്തിയുള്ള നല്ല വസ്ത്രം, പിന്നെ തല മറക്കുക, ഖുർആൻ ഉയർത്തിപ്പിടിക്കുക. ഖുർആൻ നിലത്ത് വെച്ചിട്ട് അല്ലല്ലോ ഓതുക, ഉയർത്തിപ്പിടിച്ചിട്ടല്ലേ ഓതുക. അപ്പോൾ അതിനോട് കൃത്യമായ ആദരവ് കാണിച്ചിട്ട് കൊണ്ട് ഓതുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ആദ്യം തന്നെ കയറ്റി വെക്കുക. പിന്നെ ഓത്ത് തുടങ്ങുന്നതിന് മുമ്പ് ഔദും ബിസ്മിയും ഒക്കെ കൊണ്ട് തുടങ്ങുക. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊന്ന് നിങ്ങൾ എല്ലാം ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. കാരണം ഏതെങ്കിലും രൂപത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാതെയായി പോകരുത്. 3 4 എന്തായാലും പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വുളൂ ചെയ്യുക, വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക,
തലമറക്കുക, ഖുർആൻ ഉയർത്തിപ്പിടിക്കുക, ഔദും ബിസ്മി ഓതുക, സുഗന്ധം പൂശുക, ഇതൊക്കെ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവണം. ഇനി നാലാമത്തത് ഉത്തരം എഴുതാം എന്നുള്ള ചോദ്യത്തിൽ ഖുർആനിൻ്റെ മറ്റൊരു പേരെന്ത് എന്ന് ചോദ്യം. ഫുർഖാനുൽ അലീം. മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫുർഖാനുൽ അലീം. അടുത്തത് ഖുർആൻ ശപിക്കും ആരെ എന്നൊരു ചോദ്യമാണ്. നിയമങ്ങൾ പാലിക്കാതെ ഖുർആൻ പാരായണം ചെയ്യുന്നവരെ ഖുർആൻ ശപിക്കും. നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം ഖുർആൻ ഓതേണ്ടത്. പാലിക്കാതെ ഓതിയാൽ എന്ത് പറ്റും? ഖുർആൻ നമ്മളെ ശപിക്കും. മറന്നു പോകരുത്. മൂന്നാമത്തത് ഖുർആനിൽ സജദയുടെ ആയത്തുകൾ എത്തിയാൽ എന്തു ചെയ്യണം? മുസാഫ് പൂട്ടിവെച്ച് പൂവാണോ വേണ്ടത്? പൂവല്ല, മുസാഫട പൂട്ടിവെച്ചിട്ട് അല്ലെങ്കിൽ മാറ്റി വെച്ചിട്ട് സജദയുടെ സുജൂദ് ചെയ്യുക, തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുക. ഇനി നാലാമത്തത് ബിസ്മി ഓതാത്ത സൂറത്ത് ഏതാണ്? ബിസ്മി ഓതാൻ പാടില്ലാത്ത സൂറത്ത് സൂറത്തു തൗബ. അത് നിങ്ങൾ മറക്കൂല, കാരണം സൂറത്തു തൗബ. അഞ്ചാമത്തത് ഖുർആൻ ഒരു അക്ഷരം ഓതിയാൽ എത്ര നന്മ പ്രതിഫലം കിട്ടും? 10 ഇരട്ടി വരെ പ്രതിഫലം ലഭിക്കും. ഒരു അക്ഷരത്തിന് 10 ഇരട്ടി വരെ പ്രതിഫലം ലഭിക്കും. ഇനി അഞ്ചാമത്തത് വ്യക്തമാക്കാം എന്ന ചോദ്യമാണ്. വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല വീഡിയോകൾ സമയമെടുത്ത് കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ടായ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുക. വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അൽഹംദുലില്ലയോ, താങ്ക്സോ, ആമീനോ എന്തെങ്കിലും ഒന്ന് എഴുതി അറിയിക്കുകയും ചെയ്യുക. മുസ്ഹഫ് എന്നാൽ എന്ത് എന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് വന്നിട്ടുള്ളത്. ഇനി വായിക്കുന്നത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്. വിവിധ ഘട്ടങ്ങളിലായി അവതരിക്കപ്പെട്ട ആയത്തുകൾ. ഖുർആൻ ഒറ്റയടിക്ക് ആകാശം നിങ്ങോട്ട് വീണതാണോ? അല്ല. 23 വർഷം കൊണ്ട് ഓരോ സമയത്തും ഇങ്ങനെ ഒരു ദിവസം 4 ആയത്ത് 5 ആയത്ത് ഒരു സൂറത്ത് അങ്ങനെ ഇറങ്ങി അതാണ് വിവിധ ഘട്ടങ്ങളിലായി അവതരിക്കപ്പെട്ട ആയത്തുകൾ ഒരു ഗ്രന്ഥമായി ക്രോഡീകരിക്കപ്പെട്ടതാണ് മുസ്ഹഫ്. ഒരു ഗ്രന്ഥമായി ക്രോഡീകരിക്കപ്പെട്ടതാണ് മുസ്ഹഫ്. രണ്ടാമത്തത് തജ്വീദ് എന്നാൽ എന്ത്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അക്ഷരങ്ങളുടെ ഉച്ചാരണ നിയമങ്ങൾ പാലിച്ച് മനോഹരമായി ഖുർആൻ ഓതുന്നതിനാണ് തജ്വീദ് എന്ന് പറയുന്നത്. അക്ഷരങ്ങളുടെ ഉച്ചാരണ നിയമങ്ങൾ പാലിച്ച് മനോഹരമായി ഖുർആൻ ഓതുന്നതിനാണ് തജ്വീദ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മൂന്നാമത്തത് സൂറത്തുൽ മക്കിയ എന്നാൽ എന്താണ്? ഹിജ്റക്ക് മുമ്പ് അവതരിക്കപ്പെട്ടതാണ് മക്കിയ. ഹിജ്റക്ക് മുമ്പ് നബി എവിടെ ഉണ്ടായിരുന്നത്? മക്കയിൽ നിന്ന് എങ്ങോട്ട് ഹിജ്റ പോയി? മദീനയിൽ. അപ്പോൾ ഹിജ്റക്ക് ശേഷമുള്ള നബി എവിടെയായിരിക്കും? മദീനയിലായിരിക്കും. ഓക്കെ, വളരെ എളുപ്പമുള്ളതാണ്. ഇനി പൂർത്തിയാക്കാം എന്നുള്ളതാണ്. ഫഇദാ ഖറഅനാഹു ഫത്തബി ഖുർആന എന്നുള്ളതാണ്. ഇനി അടുത്തത് സുജൂദ് ചെയ്യാൻ സാധ്യമായില്ലെങ്കിൽ പറയേണ്ടത് എന്താണ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 4 തവണ ചൊല്ലുക. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. 4 പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി മറ്റൊരു നല്ല വീഡിയോ വരാനുണ്ട്. ഇൻഷാ അല്ലാഹ് വൈകുന്നേരത്തിൽ എത്തും. അതും കൂടെ നിങ്ങൾ കാണണം. രണ്ടും കൂടെ കാണുമ്പോൾ ഏറെക്കുറെ 90% നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളും പ്രധാന ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. നല്ല മാർക്കും നേടാൻ കഴിയും. എല്ലാവർക്കും ഉന്നതമായ വിജയം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ലൈക്ക് കൊടുക്കാൻ മറന്നവർ കൊടുക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ദുആ വസിയത്തോടെ.